ഫയർമാനിലെ വേഷം എത്രത്തോളം താങ്കൾക്ക് തൃപ്തി നൽകുന്നതാണ്? ആ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്, ആ ക്യാരക്ടറിലേക്ക്? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാക്കി യൂണിഫോമിൽ അഭിനയിക്കുന്നത്. ഒരു പോലീസായിട്ടോ ഒരു ഫയർമാനായിട്ടോ അങ്ങനെ ഒരു മിലിറ്ററിയോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ല എന്റെ അഭിനയ ജീവിതത്തിന്റെ ഇതുവരെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഫയർമാനിൽ അങ്ങനെ ഒരു കാക്കി യൂണിഫോമിൽ അഭിനയിക്കുന്നത്. അത് തന്നെ എന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഒരു ചേഞ്ച് ആണ്. ഇതിനു മുന്നേ ഏറ്റവും മികച്ച പെർഫോമൻസ് യാത്രാമൊഴി എന്ന ചിത്രത്തിൽ നായകനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷം. പിന്നീട് എന്താണ് അത്തരം വേഷങ്ങളിൽ താങ്കളെ കാണാൻ സാധിക്കാതെ പോയത്? സിനിമ എന്ന് പറയുന്നത് ഒരു ലൈം ലൈറ്റിന്റെ ഒരു പ്രത്യേകതയുള്ള ഒരു ഫീൽഡാണ്. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ നിർഭാഗ്യങ്ങൾ ഒക്കെ അതിനകത്ത് ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതിനകത്ത് എനിക്കൊരു ശരിക്കും പറഞ്ഞ ഒരു ഗോഡ് ഫാദർ ഇല്ല എനിക്ക് സിനിമയിൽ. പലപ്പോഴും ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ആ ഒരു സിനിമ പശ്ചാത്തലമുള്ള ആൾക്കാരുടെ ഒരു സഹായം ഒരു വളരെ ഗുണകരമാകും. അപ്പൊ അത് ഉണ്ടാവാത്താവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഒരു ഭാഗ്യക്കേട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ സിനിമ ഇല്ലെങ്കിലും ആ സമയത്ത് സീരിയലുകളിൽ സജീവമായിരുന്നു. ഞാൻ മിനി സ്ക്രീനും സിനിമയും ഒരുപോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സിനിമ ആദ്യം ചെയ്യുമ്പോൾ തന്നെ സീരിയലും ചെയ്തിരുന്നു. അന്ന് സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം തരം രീതി കണ്ടുകൊണ്ടിരുന്ന സമയത്തും ഞാൻ സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് തന്നെ സീരിയലിലും ഞാൻ പെർഫോം ചെയ്യുമായിരുന്നു. താങ്കൾ ഒരു മികച്ച കർഷകനാണ്. സിനിമയാണോ കാർഷിക വൃത്തിയാണോ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ സന്തോഷം പകർന്നു നൽകിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നത് നെൽകൃഷിയാണ്. അതൊരു സാമ്പത്തികം ഉണ്ടാക്കാവുന്ന സാധനമല്ല. സാമ്പത്തികമായ ഒരു മോട്ടിവേഷൻ അതിനകത്തില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നെൽകൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു സന്തോഷമാണ് അതിനകത്ത്. സംതൃപ്തി നൽകുന്ന ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന ഒരു സംതൃപ്തി അതിനകത്തുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് കൂടുതലും ചെയ്യുന്നത്. അല്ലാതെ സാമ്പത്തിക ലാഭവും മറ്റുള്ള ഒരു പബ്ലിസിറ്റി കിട്ടാനുള്ള ഒരു ഫാഷനായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഒരു മാനസികമായ ഇത് പിന്നെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ഒരു ഭൂമി ആയിരുന്നു. അത് അച്ഛന്റെ മരണത്തിന് ശേഷം അതിലേക്ക് എത്തിപ്പെട്ടു. ഇപ്പോൾ അതിനകത്ത് സജീവമായിട്ട് നിൽക്കുന്നു. മറ്റുള്ള കർഷകരുടെ വേദന നമ്മളും കൂടെ തിരിച്ചറിയുമ്പോൾ അത് ഒരു പൊതുവായ ഒരു സമൂഹത്തിന്റെ വേദനയായിട്ട് കാണുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള മാനസികമായ ഒരു സൈഡിൽ സന്തോഷം ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷമം നമ്മുടെ കൂടെ ഒരു വിഷമമായിട്ട് കാണുന്നു. ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ പൂർണ്ണ സംതൃപ്തി നൽകിയ വേഷം ഏത് ചിത്രത്തിലാണെന്ന് പറയാം? അതെന്റെ ഫസ്റ്റ് പടം തന്നെ വേനൽക്കിനാവുകളാണ്. ND വാസുദേവൻ നായർ സ്ക്രിപ്റ്റ് എഴുതി യദുവാണ് സാറ് ഡയറക്ട് ചെയ്ത വേനൽക്കിനാവുകളിൽ ഞാനും സുധീഷ് യദുവായിരുന്നു ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അതിലെ വേഷമാണ് സുബ്ബുഡു എന്ന് പറഞ്ഞ ആ ക്യാരക്ടറാണ് ഇപ്പോഴും എനിക്ക് സംതൃപ്തി നൽകിയ വേഷം. ഇനി വരാനിരിക്കുന്ന പ്രോജക്ടുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ വരാനുള്ളത് ഡോക്ടർ ബിജുവിന്റെ വലിയ ചെറുവുള്ള പക്ഷികൾ കുഞ്ചാക്കോ ബാബുവിനായിട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ അസൽഫൻ ഇത് ഒരു നല്ല വേഷമാണ്. മെയിൻ ചാക്കോച്ചൻ കഴിഞ്ഞാൽ ഉള്ളൊരു വേഷമാണ്. അതായത് ചാക്കോച്ചൻ അതിനകത്ത് ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നു, ഞാൻ അതിനകത്ത് റിപ്പോർട്ടറായിട്ടും വരുന്ന ഒരു ക്യാരക്ടർ. സൽഫാൻ മേഖലയിൽ സന്ദർശിച്ചപ്പോൾ താങ്കൾ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് എന്താണ്? താങ്കളുടെ ആ ദുരിതം നമ്മൾ പലരും തിരിച്ചറിയുന്നില്ല. അത് നമ്മുടെ ഈ ഭാഗത്ത് കാസർഗോഡ് ആ ഭാഗത്ത് കൂടുതൽ വിഷവിത്തുകൾ ഉണ്ടായി അത് ദുരന്തം ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ ഇവിടെ അതൊരു സ്ലോ പോയിസൺ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമാണ് നമ്മുടെ ഇവിടുത്തെ കാണുന്ന. പണ്ട് ഒരു ഭാഗത്ത് മലബാറിൽ മാത്രം ക്യാൻസർ എന്നുള്ള രോഗം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെമ്പാടും ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗം വരുന്നതിന്റെ കാരണം ഈ പറഞ്ഞ പോലെയുള്ള എൻഡോസൾഫാൻ പോലെയുള്ള വിഷം നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളിൽ കടന്നു കയറിയതാണ്. അത് തിരിച്ചറിയാത്തതാണ് ഇന്നത്തെ കാർഷികമായ വിപ്ലവം നടത്തണം എന്ന് പറയുന്ന നമ്മുടെ സർക്കാർ പോലും അത് ഇന്ന് പിന്മാറുന്നു എന്നുള്ളതാണ് നമുക്കൊരു കൃത്യമായ വിഷമം. കാരണം സർക്കാരാണ് അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. താങ്കളൊരു കർഷകനാണ്. അപ്പോൾ ഈ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന മാരകമായ കീടനാശിനിയാണ്. കർഷകൻ എന്നുള്ള രീതിയിൽ മികച്ച ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഇതിന് ഏത് രീതിയിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നാണ് ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ഞാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തെ തിരിച്ച് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയല്ല. ഇപ്പം പലേക്കറിന്റെ ഒരു കൃഷി രീതിയുണ്ട്. അപ്പൊ അദ്ദേഹം മാത്രം ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല. സർക്കാർ ഗവൺമെന്റ് വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നിയമം കൊണ്ടുവന്ന് ഇതുപോലെയുള്ള മാരകമായ വിഷത്തെ നമുക്ക് ഇവിടെ ഉന്മൂലനം ചെയ്യുവാനും അതിലൂടെ ജൈവ രീതിയിലുള്ള കൃഷിക്ക് പ്രോത്സാഹനം കൂടുതൽ നൽകുകയും ചെയ്യണം. അന്നെങ്കിൽ ആ സമയത്ത് മാത്രമേ അതിലേക്ക് ജനങ്ങൾ തിരിച്ചറിയുകയും അതിലേക്ക് കൂടുതൽ പോവുകയും നമ്മുടെ ഭാവി തലമുറ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആരോഗ്യം. പണ്ടുള്ളവരെ 90 വയസ്സിലും 105 വയസ്സ് വരെയും ആരോഗ്യത്തോടെ ജീവിച്ചെങ്കിൽ നമ്മുടെ പുതിയ തലമുറ 5 വയസ്സിൽ മാരകമായ രോഗത്തിന് അടിമപ്പെടുകയാണ്. ഇത് തിരിച്ചറിയാൻ നമ്മുടെ ഗവൺമെന്റും മറ്റുള്ള സമൂഹത്തിലെ പ്രതിബദ്ധതയുള്ള ആൾക്കാരും അതിനകത്ത് മുന്നിട്ടിറങ്ങുമ്പോഴേ അതിനകത്ത് കാര്യമുള്ളൂ.
ഞാൻ കൃഷിയിലിറങ്ങി എനിക്ക് 2010 കർഷകശ്രീ അവാർഡ് കിട്ടി. ഞങ്ങളുടെ അമ്മ എന്ന സംഘടനയിൽ എന്നെ അനുമോദിച്ചു. ആ അനുമോദനം അന്നവിടെ നിന്ന പല സിനിമാ ആൾക്കാരെടുത്തും ചിലപ്പോൾ കണ്ണ് തുറപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് ശ്രീനേട്ടനായാലും മമ്മൂട്ടി ആയാലും ഒക്കെ കൃഷി രംഗത്തേക്ക് അതിനുശേഷമാണ് വന്നത്. എന്തായാലും ഞാൻ വന്നപ്പോൾ ഒരു 10 പേരെ കൊണ്ടുവരാനേ സാധിച്ചുള്ളെങ്കിൽ അവർ വരുമ്പോൾ ഒരു 100 കണക്കിന് ആൾക്കാരെ കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് നൽകാവുന്ന എന്നെ പോലുള്ള ഒരു എളിയൊരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സർക്കാരാണ് ജൈവ രീതിയിലുള്ള കൃഷിക്ക് പ്രോത്സാഹനം നൽകാൻ ഏറ്റവും മുന്നിട്ടിറങ്ങുകയും അതിന് പരിഹാരം കാണുവാനും അവർക്ക് സാധിക്കും. ഓൺലി ഫോർ കച്ചവട താല്പര്യം, വ്യവസായ താല്പര്യം മാത്രം അല്ലാതെ ഉൽപ്പന്ന സംരക്ഷണമോ അല്ലെങ്കിൽ സ്വന്തമായ ഉൽപ്പാദിപ്പിച്ച് അതിലൂടെ സ്വന്തമായ ഉപഭോക്തത്തിന് വേണ്ടിയാണെങ്കിൽ ഇത്രയും മാരക വിഷം നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ഇത് നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ, കാരണം നമ്മുടെ നെല്ല് നമ്മളിവിടെ ആരും ഉണങ്ങിക്കുത്തി പുഴുങ്ങി നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതാണ് നമുക്ക് പറ്റിയ നേരിട്ട ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ തന്നെ നമ്മുടെ നെല്ലോ നമ്മുടെ പച്ചക്കറികളോ ഉപയോഗിക്കുന്ന അവസ്ഥ വന്നെങ്കിലേ നമുക്ക് അതിനകത്ത് കൂടുതൽ സംരക്ഷണം കൊടുക്കാൻ താല്പര്യം തോന്നത്തുള്ളൂ. അതല്ല ഞാനത് കച്ചവട അടിസ്ഥാനത്തിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് അത് പോകുന്നതെങ്കിൽ പിന്നെ ഞാൻ അതിനകത്ത് വിഷമടിക്കുന്നതിനകത്ത് ഞാൻ എന്തിനാ തെറ്റ് കാണുന്നത്? തമിഴ്നാട്ടിലുള്ളവർ കേരളത്തിലേക്ക് വിഷം കൂടുതൽ അടിച്ച് വിടുന്നതിന്റെ കാരണം അവർ ഉപയോഗിക്കാനുള്ളതിന് അവര് വിഷമടിക്കത്തില്ല. അവര് കയറ്റി അയക്കാൻ കച്ചവടത്തിന് ഉള്ളത് അവര് വിഷമടിക്കുന്നു. അതേ താല്പര്യം തന്നെ നമ്മുടെ ഇവിടെയും കാണിക്കും നമ്മൾ.